സാമ്പത്തിക ഉപരോധങ്ങളുടെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ലോകരാഷ്ട്രങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന അമേരിക്കൻ തന്ത്രങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാൻ നൽകിയ മറുപടി അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുന്നതാണ്. അമേരിക്ക വീണ്ടും കടുത്ത സാമ്പത്തിക വിലക്കുകൾ ഏർപ്പെടുത്തുന്നതിന് തൊട്ട് മുൻപ് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയും മലേഷ്യൻ തീരങ്ങളിലൂടെയും ഇറാൻ ലോകമറിയാതെ നടത്തിയ എണ്ണ ഓപ്പറേഷനാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലും ഊർജ്ജ വിപണിയിലും കടുത്ത ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് 70 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ലോകവിപണിയിൽ എത്തിക്കാൻ ഇറാൻ സാധിച്ചു. ഇതിലൂടെ 5 മുതൽ 6 ബില്യൺ ഡോളർ വരെയാണ് രാജ്യം സമാഹരിച്ചത്. ആഗോളതലത്തിൽ വൻതോതിൽ സാമ്പത്തിക ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും നേരിടുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് വരാനിരിക്കുന്ന കടുത്ത പ്രതിസന്ധികളെ പ്രതിരോധിക്കാൻ ഇറാൻ മുൻകൂട്ടി ഒരുക്കിയ വമ്പൻ സാമ്പത്തിക സുരക്ഷാ കവചമായാണ് ആഗോള വിദഗ്ധർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. പ്രമുഖ ആഗോള മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ മാസത്തിന്റെ അവസാനത്തോടെ തന്നെ മലേഷ്യയുടെ കിഴക്കൻ തീരത്തേക്ക് ഇറാനിയൻ എണ്ണ ടാങ്കറുകളുടെ ഒരു വലിയ നിര തന്നെ എത്തിച്ചേർന്നിരുന്നു. ഇറാന്റെ ഷിപ്പിംഗ് മേഖലയ്ക്ക് അമേരിക്കൻ അധികൃതർ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ താൽക്കാലികമായി വന്ന ചില അയവുകളാണ് ഇറാന് ഇത്തരമൊരു വൻ നീക്കത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കിക്കൊടുത്തത്. യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ന്യൂക്ലിയർ ഇറാൻ എന്ന അന്താരാഷ്ട്ര അഭിഭാഷക ഗ്രൂപ്പും പ്രമുഖ എണ്ണ വിപണി വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നതിനനുസരിച്ച് കേവലം ഒരു മാസത്തെ ചെറിയ കാലയളവിനുള്ളിലാണ് ഇത്രയും വലിയ അളവിലുള്ള ക്രൂഡ് ഓയിൽ ഇറാൻ വിപണിയിൽ എത്തിച്ചത്. പ്രധാനമായും ചൈനീസ് വിപണിയെ മാത്രം ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ ഈ വൻതോതിലുള്ള അടിയന്തര കയറ്റുമതി. നിലവിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിന് അമേരിക്ക വീണ്ടും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നത് ഇറാന്റെ അടുത്ത ഘട്ട കയറ്റുമതി നീക്കങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെങ്കിലും ലക്ഷ്യം കാണാൻ ഇറാന് കഴിഞ്ഞു. വർഷങ്ങളായി അമേരിക്കൻ ഉപരോധങ്ങളെ വിജയകരമായി അതിജീവിക്കാൻ ഇറാൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായ കരിഞ്ചന്ത ശൃംഖലയാണ് ഈ അതിസാഹസിക നീക്കത്തിനും അവർ പരമാവധി ഉപയോഗപ്പെടുത്തിയത്. മലേഷ്യയുടെ പ്രാദേശിക ജലാതിർത്തിക്ക് തൊട്ടപ്പുറത്തുള്ള ഈസ്റ്റേൺ ഔട്ടർ പോർട്ടഡ് ലിമിറ്റ്സ് എന്ന മേഖലയാണ് ഇതിനായി അവർ പ്രധാന താവളമാക്കിയത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിധിയിൽപ്പെടാത്ത ഇവിടെ വെച്ച് വലിയ ഹോസുകൾ ഉപയോഗിച്ച് കടലിൽ വെച്ച് തന്നെ പ്രധാന കപ്പലുകളിൽ നിന്നും എണ്ണ ചെറിയ ടാങ്കർ കപ്പലുകളിലേക്ക് മാറ്റുന്ന അതിസങ്കീർണമായ രീതിയാണ് ഇറാൻ പിന്തുടരുന്നത്. ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന എണ്ണ ഉപരോധങ്ങൾ വകവെക്കാതെ കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ വാങ്ങാൻ തയ്യാറാകുന്ന സ്വകാര്യ ചൈനീസ് റിഫൈനറികളിലേക്കാണ് ഒടുവിൽ എത്തിച്ചേരുന്നത്. ഡിയോണ, ഹീറോ സെക്കൻഡ്, സോണിയ ഫസ്റ്റ് സ്ട്രീം തുടങ്ങിയ കപ്പലുകൾ വഴിയാണ് ഈ എണ്ണ അതീവ രഹസ്യമായി കൈമാറിയതെന്ന് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവവികാസങ്ങൾ കേവലം ഒരു സാധാരണ സാമ്പത്തിക ഇടപാടായി മാത്രം കാണാൻ കഴിയില്ലെന്നാണ് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അറ്റ്ലാന്റിക് കൗൺസിലെ മിഡിൽ ഈസ്റ്റ് വിദഗ്ധനായ ജൊനാഥൻ പനോക്കോഫിന്റെ അഭിപ്രായത്തിൽ ഇറാനിലെ പ്രതിസന്ധിയിലായ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് എണ്ണയിൽ നിന്നുള്ള ഈ വലിയ വരുമാനം അതീവ നിർണായകമാണ്. അമേരിക്കയുമായുള്ള സൈനികവും രാഷ്ട്രീയവുമായ സംഘർഷം മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കായി ഈ കോടിക്കണക്കിന് ഡോളർ വിനിയോഗിക്കാനായിരിക്കും ഇറാനിയൻ ഭരണകൂടം മുൻഗണന നൽകുക. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിടുന്നുവെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കെ ഈ വരുമാനം അമേരിക്കയ്ക്ക് കടുത്ത ആശങ്കയാണ് നൽകുന്നത്. ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ എണ്ണശക്തി ഉപയോഗിച്ച് ആഗോള രാഷ്ട്രീയത്തിലും പ്രതിരോധത്തിലും നിർണായക സ്വാധീനം ഉറപ്പിക്കാനുള്ള ഇറാന്റെ കരുനീക്കങ്ങളാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്.